ഭയങ്കര തണുപ്പും കൊതുകായിരുന്നു, ഒട്ടും ഉറങ്ങിയില്ല. ശ്രുതി എന്തായി കാണിക്കുന്നത്? എനിക്ക് ഇക്കിളിയാവുന്നു. ശരി ശരി. കുട്ടികളെ അച്ഛാ സോറി. എന്തോന്നാണ് അത്? പിള്ളേർ കളിക്കാനുള്ള പ്രായം കഴിഞ്ഞില്ല. എന്തോ ആണ് മുടിയൊക്കെ കെട്ടി നീ എന്താ ഷവർ ചെല്ലി എന്തേ കിട്ടേണ്ടത് കിട്ടിയില്ല? കിട്ടി. ബോധിച്ചില്ലേ? ബാധിച്ചു. എന്നാ വാ എല്ലാം സോൾവ് ആയപ്പോ വലിയ ആളായെന്ന വിചാരം. ചന്ദ്രേ ഈ പായം തലോടെ എടുത്ത് നോക്കി. ഞാനോ? പിന്നെ ഞാനോ? പിള്ളേര് കിടന്നല്ലേ ഇതൊക്കെ എടുത്ത് വെക്കാൻ. ചെവിയേട്ടാ കേട്ടല്ലോ, സച്ചിയോടാണ് അവര് സുധിയെ കമ്പയർ ചെയ്തത്. കഷ്ടമുണ്ട്. ഡീലർഷിപ്പ് കൈവിട്ട് പോകാതിരിക്കാനാ ഞാൻ അദ്ദേഹത്തോടൊപ്പം കുടിച്ചത്. ഇന്നലെ കമ്പനി കൂടിയപ്പം എല്ലാരും കൂടെ ചേർന്ന് എന്നെ പുകഴ്ത്തി. എന്നെ എവറസ്റ്റ് കൊടുമുടിയിലെ കൊണ്ടുപോയി നിർത്തിയത്. എന്നിട്ട് ഇവിടെ വീട്ടിലെത്തിയപ്പം ശകാരവും എന്നെ പുറത്ത് കിടത്തി. രാത്രി ഞാൻ ഒരുപാട് കണ്ണടച്ചിട്ടില്ല, അറിയോ? ശരിയാ, സുധി ഉറങ്ങിയില്ല. സുധി ഓഫായതാ. അയ്യോ ശ്രുതി, അത് ഞാൻ കുടിച്ചതുകൊണ്ടൊന്നുമല്ല, ഞാൻ നല്ല ടയർഡ് ആയതുകൊണ്ടായിരുന്നു. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കല്ലേ. ബിസിനസ് മീറ്റിംഗ് എന്ന് പറഞ്ഞ് ഇനി ഇത് ആവർത്തിക്കരുത്. പോയി ഫ്രഷ് ആയിട്ട് വാ. എനിക്ക് ചെല്, ഈ കോട്ടത്തൊന്നൂരി പോയി. ഇനിയാണ് കളി. ആന്റണി ഇനി ബാക്കി നോക്കിക്കോളൂ. രേവതി, ഈ ചായ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കാരുന്നില്ലേ? തലവേദനിക്കാ. ഇന്നലെ രാത്രി സ്ട്രോങ് ആയിട്ട് കുടിച്ചില്ലേ, അതുകൊണ്ടാ തലവേദനിക്കുന്നത്. അതുകൊണ്ടൊന്നുമല്ല. കുടിച്ചാൽ എനിക്ക് അല്ലെങ്കിൽ പിറ്റേ ദിവസം പ്രശ്നം ഉണ്ടാവാറില്ല. ഇന്നലെ രാത്രി ഉറങ്ങിയില്ലോ, അതുകൊണ്ടാണ് എനിക്ക് തലവേദനിക്കുന്നത്. ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ആരാ? ഞങ്ങൾ ഹോം അപ്ലൈൻസ് ഡീലർമാരാ. സുധി സാറിനെ കാണാൻ വേണ്ടി വന്നതാ. ഞാൻ സുധിയുടെ വൈഫാ. നിങ്ങൾ ഇരിക്കെ, ഞാൻ സുധി വിളിച്ചോണ്ട് വരാം. അങ്ങോട്ടിരിക്കും. ഞാൻ സുധിയുടെ അമ്മയാ, ഇദ്ദേഹം സുധിയുടെ അച്ഛനും. അദ്ദേഹത്തിന്റെ മകനാ സുധി. അങ്ങനെ പറയുന്നതായിരിക്കും നല്ലത്. ചുമ്മാതിരിക്കെ സച്ചേട്ടാ. അവര് പറഞ്ഞിട്ടില്ലേ? അല്ല, കുടിക്കാൻ എന്താ എടുക്കണ്ടേ? ചായയോ കോഫിയോ? ഓ ഒന്നും വേണ്ട. കൺഗ്രാചുലേഷൻസ്. താങ്ക് യു. കൺഗ്രാചുലേഷൻ. താങ്ക് യു. എന്താ കാര്യം? അല്ല, എന്റെ വൈഫ് പറഞ്ഞു നിങ്ങളും എന്നെ പോലെ ഡീലർമാരാണെന്ന്. ഒന്ന് പരിചയപ്പെടുത്തിയാൽ നന്നായിരുന്നു. ഞാൻ ഇബ്രാഹിം, ഗ്രീസി ഹോം അപ്ലയൻസിന്റെ ഉടമയാണ്. ഞാൻ വിശ്വനാഥ്. റോയൽ ട്രേഡേഴ്സ് എന്ന സ്ഥാപനത്തെ കുറിച്ച് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. അതിന്റെ ഓണറാ ഞാൻ. ആദ്യമായിട്ട് നമ്മൾ തമ്മിൽ കാണുന്നത് അല്ലെ? അല്ല, എന്തിനാ ഈ കൺഗ്രാചുലേഷൻസും ഈ ബൊക്കെയൊക്കെ? എനിക്ക് മനസ്സിലായില്ല. സാർ, നിങ്ങൾ നേടിയത് ചെറിയൊരു കാര്യമല്ല. ഷോറൂം ആരംഭിച്ചിട്ട് കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ. അതിന്റെ ഇടയിൽ ഒരു വലിയ കമ്പനി പ്രോഡക്ട്സിന്റെ കേരളത്തിലെ ഡീലർഷിപ്പ് നേടിയില്ലേ? ഞങ്ങളും ആ ഡീലർഷിപ്പിന് വേണ്ടി ട്രൈ ചെയ്തിരുന്നു, പക്ഷെ കിട്ടിയില്ല. ഈ ബിസിനസ് ഫീൽഡിൽ 10-30 വർഷം എക്സ്പീരിയൻസ് ഉള്ള 3-4 പേര് ഈ ഡീലർഷിപ്പിന് വേണ്ടി ശ്രമിച്ചിരുന്നു. അവർക്ക് കിട്ടിയില്ല. അവർക്ക് ഞങ്ങൾക്കൊന്നും നേടാൻ കഴിയാത്തത് ഈ ചെറിയ പ്രായത്തിൽ സാറ് നേടി. എന്ത് ചെയ്യാൻ? ഞാൻ അങ്ങനെയാണ് സർ. ഒന്ന് നേടണമെന്ന് ആഗ്രഹിച്ചാൽ അത് നേടിയിരിക്കും. ഞാൻ ഈ ബിസിനസ് തുടങ്ങുമ്പോ എന്നെ കളിയാക്കിയവരൊക്കെ ഇവിടെ ഉണ്ട്. അവരൊക്കെ ഇപ്പൊ കൈയടിക്കുക. അത് എന്താണെന്നല്ലേ, എന്റെ ബ്രില്യൻസിനെ കുറിച്ച് അവർക്കൊക്കെ ഇപ്പോഴാണ് മനസ്സിലായത്. 7 ഡിഗ്രി ഉണ്ട് സാർ അവന്. കാനഡയിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ വലിയ വലിയ കമ്പനികളിൽ നിന്ന് ഇവന് പലതവണ വിളിച്ചിരുന്നു. പക്ഷേ ഇവൻ പോയില്ല. നാട്ടില് ബിസിനസ് തുടങ്ങാനായിരുന്നു ഇവന്റെ താല്പര്യം. അതെ അതെ അതെ. എന്നെ ജോലിക്ക് വിളിച്ച വിദേശ കമ്പനികളൊക്കെ കുറച്ച് വർഷം കഴിഞ്ഞ് ഞാനങ്ങ് വിലയ്ക്ക് വാങ്ങും. സാറിന് അത് കഴിയും, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. സാർ, നിങ്ങളുടെ മകനെ ഓർത്ത് നിങ്ങൾക്ക് അഭിമാനിക്കാം. അതെ അതെ, അഭിമാനിക്കാം. അല്ല, അച്ഛന് ഇവൻ എന്നും അഭിമാനമാണേ. അതിന് വേണ്ടതൊക്കെ അവൻ ചെയ്യാറുണ്ടേ. അച്ഛന് അവനെ കുറിച്ച് അഭിമാനം ഏറ്റവും കൂടുതൽ തോന്നിയത് അവൻ ഈ 50 ലക്ഷം കൊണ്ട് ഓടി. സച്ചി, വേണ്ട, എന്തിനാ വെറുതെ. അച്ഛൻ, നിങ്ങൾ വലിയ നിലയിലെത്തും സാർ. അതെ, അവൻ വലിയ മുതലാളിയാവുന്ന അവന്റെ ജാതകത്തിലുണ്ട് സാറേ. സാർ, ഞങ്ങൾക്കൊരു സബ് ഡീലർഷിപ്പ് തരാൻ പറ്റുമോ? അത് ചോദിക്കാൻ കൂടിയാ ഞങ്ങൾ വന്നത്. അത് പിന്നെ ഞങ്ങൾ നല്ല ഓർഡർ പിടിക്കും സാർ. നിങ്ങളുടെ ഡീറ്റെയിൽസ്, നിങ്ങൾക്ക് എത്ര കടകളിൽ പ്രോഡക്ട്സ് കൊടുക്കാൻ പറ്റും, ഏത് ഏരിയയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ എനിക്കൊന്ന് മെയിൽ ചെയ്താൽ കൊള്ളായിരുന്നു. ഞാനതൊന്ന് നോക്കിയ ശേഷം കൺസിഡർ ചെയ്യാം. വളരെ നന്ദി സാർ. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ സാർ. ശരി. ശരി സാർ. ശരി. അവന്റെ ഒരു ജാട കണ്ടില്ലേ? അമ്മയും മോനും കൂടെ എന്തൊരു തള്ളായിരുന്നു. ഇന്നലെ ഇങ്ങനെ തള്ളിയിട്ടല്ലേ ഡീലർഷിപ്പ് കിട്ടിയത്. എന്തായാലും കിട്ടിയല്ലോ. മിണ്ടാതിരിക്കടി. എല്ലാവർക്കും ഇവനെ പുച്ഛമായിരുന്നു. ഇവൻ ആരാണെന്നേ ഇപ്പൊ മനസ്സിലായില്ലേ? ഇവൻ വലിയ നിലയിലെത്തുന്നു ഞാൻ പറയുമ്പോ നിങ്ങൾ എന്നെ കുറെ കളിയാക്കുമായിരുന്നല്ലോ. നിങ്ങൾക്ക് ഇവനെ വിശ്വാസമില്ലായിരുന്നു. ഇപ്പൊ എന്ത് പറയുന്നു? കിട്ടിയ അവസരം മുതലെടുക്കുന്നുണ്ട്. ഇപ്പോ അത് നന്നായിട്ട് വരുന്നുണ്ട്. എന്തായാലും എനിക്കിപ്പോ സന്തോഷം തോന്നുന്നുണ്ട്. അമ്മേ, ഒരു നിമിഷം ഒന്ന് പറയുന്നേ. ഈ വീട്ടിൽ അവൻ ഇവൻ എന്നൊന്നും വിളിക്കുന്നതൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ ബിസിനസ് കാര്യം സംസാരിക്കാൻ വന്നവരുടെ മുന്നിൽ വെച്ച് അവൻ ഇവൻ എന്നൊന്നും എന്നെ വിളിക്കാൻ പാടില്ല. അത് ശരിയല്ലമ്മേ. എടാ, നീ എത്ര വലിയ ആളായാലും നിന്റെ അമ്മക്ക് നീ മകൻ തന്നെയല്ലേ? അത് ശരിയല്ല അച്ഛാ. അച്ഛാ, ഒരു കാര്യം ചെയ്യാം. മറ്റുള്ളവരുടെ മുന്നിൽ അമ്മ ഇവനെ സാറേ സാറേ എന്ന് വിളിക്കട്ടെ. കയ്യിലൊരു ബൊക്ക കെട്ടിയപ്പോ തന്നെ തലക്കനം കൂടി അല്ലേ? സുധി പറഞ്ഞാലും കാര്യമുണ്ട്. സുധി ഇപ്പൊ വലിയ ബിസിനസ്സുകാരനാ. മറ്റുള്ളവരുടെ മുന്നിൽ അവന് കുറച്ച് ബഹുമാനം കൊടുത്തു വേണം നമ്മളൊക്കെ സംസാരിക്കാൻ. കറക്റ്റ്. അമ്മയ്ക്ക് കാര്യം മനസ്സിലായി, എന്നിട്ട് ഇവര് കാര്യം മനസ്സിലായിട്ടില്ല. ഈ വന്നവര് ശരിക്കും ഡീലർമാർ തന്നെയാണോ? അതോ ഷോ കാണിക്കാൻ വേണ്ടി നീ കാശ് കൊടുത്ത് വലിച്ചോ? എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല അമ്മേ. ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി എത്ര എത്ര ബൊക്കകൾ ഇതുപോലെ കിട്ടാനിരിക്കുന്നു. അച്ഛാ, ഇനി എന്നെ കാണാൻ ഇവിടെ ആളുകളുടെ ക്യൂ ആയിരിക്കും. കിട്ടിയതിൽ അഹങ്കരിക്കില്ലടാ മോനെ. ഒന്നും ശാശ്വതമല്ല. മനുഷ്യരുടെ നിലയ്ക്ക് എപ്പോഴാണ് മാറുന്നതെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. മോനെ, നീ ഇവൻ പറയുന്ന ഒന്നും കാര്യാക്കണ്ട. അവനെ അസൂയോണ്ട് പറയുന്നത്. അതെ അമ്മ, ആർക്കാ ഇവിടെ അസൂയ? ഇത് ഈ ബിസിനസ് നടത്തുന്ന എന്നെ സച്ചിൻ. ഇട്ടേക്ക്. ഇവരോടൊക്കെ സംസാരിച്ചെന്തിനാ? നീ അല്ലേ
ഞാൻ ഫ്രഷ് ആയിട്ട് വരട്ടെ. ഉയരത്തിലെത്തിയാലേ താഴെയുള്ളവരെ നോക്കി പരിഹസിക്കരുത്. എപ്പോ വേണേലേ താഴേക്ക് വീഴാം. പിന്നെ ഓടി പോലും കിട്ടിയെന്ന് വരില്ല. ശ്രുതി അവൻ പറഞ്ഞിട്ട് പോയത് നീ കേട്ടില്ലേ? വീട് സുധി, ഒരു കണക്കിന് അവൻ പറഞ്ഞത് ശരിയാ. ഒരാളുടെ നില ഏത് സമയത്താ മാറുന്നതെന്ന് ആർക്കും മുൻകൂട്ടി പറയാനൊന്നും പറ്റില്ല. അത് മാറുമ്പോ മാത്രമേ അവർക്കും മനസ്സിലാവുള്ളൂ. സുധി വന്നേ, വാ. വണ്ടി എടുക്കുന്നുണ്ടെന്ന് പിന്നെ എടുക്കാം, പെട്ടെന്ന് പോണം. ഇപ്പൊ തന്നെ ലേറ്റ് ആയി. നേരത്തെ വരണം കേട്ടോ. ഓ വന്നോളാവേ. ഞാനേ കഴിക്കാൻ എടുത്ത് വെക്കാം, കഴിച്ചിട്ട് പോയാൽ മതി. ഇല്ലില്ല തവേ, ഞാൻ പോട്ടെ. എന്റെ ഫോൺ എവിടെ പോയി? ഇതൊന്നും ഇല്ലല്ലോ അത്. ആ ഇത് പണ്ടത്തെ പോലെ തന്നെ. ശരിക്കും നോക്ക് സച്ചേട്ടാ. സച്ചിൻ എവിടെ വച്ചെന്ന് ഓർമ്മയില്ലേ? നീ എന്റെ പാലിനെയും കോട്ടിനെയും പോകല്ലോ നോക്കി. എന്റെ സച്ചേട്ടാ, എന്തൊരു കഷ്ടം ഇത്. ഞാൻ ഇപ്പഴല്ലേ നോക്കിട്ട് വന്നേ. ഒന്നുകൂടെ നോക്ക്. ചെല്ല്. എവിടെയാ വെച്ചത്? എന്റെ സച്ചേട്ടാ, ഈ പോക്കറ്റിലൊന്നും ഇല്ല. ഇനി എവിടെയാ വെച്ചത്? നീ ആ ഹോളിൽ പോയി നോക്കി. എല്ല് ഏത് കിട്ടിയോ? ഇല്ലെന്നേ, ഇവിടെ ഒന്നും ഇല്ല. നല്ലോണം നോക്കിയോ നീ? എല്ലായിടത്തും ഞാൻ നോക്കിയതാ. സച്ചേട്ടാ, അവിടെയൊക്കെ ഞാൻ നോക്കിയതാ. നീ ഒന്നും ഉണ്ടായിരുന്നു. ഇവിടെ എവിടെയെങ്കിലും കാണും. ഇവിടെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇവിടെ വച്ചല്ലേ ഇവിടെ കാണൂ. നീ അടുക്കള നോക്ക്. ഓ അതിനെന്തിനാ നിങ്ങൾ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഇവിടെ ഒന്നും ഇല്ല. സച്ചേട്ടാ, ഇത് അടുക്കളയിലൊന്നും ഇല്ല കേട്ടോ. നീ പിന്നെ എവിടെ വെച്ചേ? അത് എന്നോടാണോ ചോദിക്കുന്നേ? ഞാൻ എന്ത് പറയാനാ? ഇന്നലെ രാത്രി വരുമ്പോ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നോ? പിന്നെ ഉണ്ടാവാതെ. പിന്നെ രേവതി, എന്തു പറ്റി? എന്തേ തരയുന്നത്? സച്ചിന്റെ ഫോൺ കാണുന്നില്ല. ആ, ഇന്നലെ 3 പേര് നല്ല ബോധത്തിലല്ലല്ലോ വന്നത്. വരുന്ന വഴിക്ക് ഫോൺ എവിടെയെങ്കിലും കൊണ്ട് വെച്ചാണോ? അല്ലെങ്കിൽ എവിടെയെങ്കിലും വീണ് പോയി കാണും. പാലടത്തി ഞാൻ ആ ചൂട് കയറിക്കാം. മിണ്ടായിരുന്നു അവിടെ. ഇത് സച്ചേട്ടാ, വന്ന കാറിലെങ്ങാനും വീണ് കാണൂ. ഏയ് ദേവതി, നിന്റെ ഫോണിൽ നിന്ന് എന്റെ ഫോണിലേക്ക് വിളിച്ച്. ആ ഒരു മിനിറ്റ്. സച്ചിന്റെ ഫോൺ സ്വിച്ച് ഓഫാ. നീ ആന്നേ. എന്തിനാ ഫോൺ സച്ചേട്ട സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നേ? ഞാൻ സ്വിച്ച് ഓഫ് ഒന്നും ചെയ്തില്ല. ചാർജ് ചെയ്ത് ഓഫ് ആയതാവും. എന്റെ സച്ചേട്ട ഇങ്ങനെ ഫോൺ കാണാതെ പോയതിന് എന്തിനാ ഇത്ര ടെൻഷൻ? അത് ട്രിപ്പ് പോകാൻ വേണ്ടി എല്ലാരും ആ ഫോണിലേക്ക് വിളിക്കുക. സ്ഥിരം വിളിക്കുന്നവരൊക്കെ നമ്പർ അതിലുള്ള. ഒരു കാര്യം ചെയ്ത് തൽക്കാലം എന്റെ ഫോൺ കയ്യിൽ വെക്കും. അതൊന്നും എന്ത് കാര്യം? വിളിക്കുന്നവർ എന്റെ ഫോണിലേക്ക് വിളിക്കൂ. എനിക്കാണെങ്കിൽ ആരുടെ നമ്പർ ബൈഹാട്ടും അല്ല. ഈ ഫോൺ ആരെങ്കിലും എടുത്തു കാണോ? ആ ഫോണിലാ ചരത്ത് അമ്മയുടെ കാശ് മോഷ്ടിക്കുന്ന വീഡിയോ ഉള്ളത്. ആ വീഡിയോ ആരെങ്കിലും കണ്ടാൽ അതോടെ തീരും. സച്ചേട്ടാ, ഇന്നലെ പാർട്ടി നടന്ന ഹോട്ടലിൽ എവിടെയെങ്കിലും വെച്ചാണോ? ചിലപ്പോ അവിടെ നിന്ന് വന്നപ്പോ എടുക്കാൻ മറന്നതായിരിക്കും. അല്ലെങ്കിൽ സച്ചേന്റെ കയ്യിൽ നിന്ന് അത് അവിടെ എങ്ങാനും വീണ് കാണും. ഒന്ന് അവിടെ ചെന്ന് നോക്ക്. ഹോട്ടലിൽ അന്വേഷിച്ചാൽ കിട്ടുമല്ലോ. പക്ഷെ ഫോൺ ഞാൻ കൊണ്ടുവന്നതാ. കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇവിടെ കാണണ്ടേ? എന്തായാലും ഈ വീട്ടില് സച്ചേന്റെ ഫോൺ ഇല്ല. ചെന്ന് ഹോട്ടലിൽ ഒന്ന് അന്വേഷിക്കും. ചെല്ല് സച്ചേട്ടാ. ആ ശരി, ഞാൻ പോയിട്ട് വരാം. ശ്രുതി, നീ ആഗ്രഹിച്ച പോലെയൊക്കെ നടന്നല്ലോ അല്ലേ? എന്ത്? ഞാൻ ഈ ഒരു നിലയിലാവണമെന്നല്ലേ നീ ആഗ്രഹിച്ചത്? അത് നടന്നല്ലോ. അല്ല, എന്നെക്കാളും വലിയ ബിസിനസ്സുകാരാ വന്നത്. സബ് ഡീലർഷിപ്പിന് വേണ്ടി അവരെന്റെ മുന്നിൽ യാചിച്ച് നിന്ന് കണ്ടില്ലേ? ഇതുപോലെ ഇനി 100 പേര് എന്റെ മുന്നിൽ വന്ന് നിൽക്കും. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ എന്റെ ലൈഫ് മാറി. നീ വേഗം ഷോറൂമിലേക്ക് ചെല്ല്. എനിക്ക് 1-2 ഡീലേഴ്സിനെ കാണാനുണ്ട്. ഞാൻ ഷോറൂമിലേക്ക് വരാൻ കുറച്ച് ലേറ്റ് ആവും. അതെ, എനിക്ക് ഇന്ന് നല്ല തിരക്കുള്ള ദിവസാ. 4-5 ക്ലയൻസ് ഉണ്ട്. അവരുടെ വീട്ടിൽ പോയി മേക്കപ്പ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ ഇന്ന് ഷോറൂമിൽ വരില്ല. ഇത് നീ എന്നോട് നേരത്തെ പറയണ്ടേ? അല്ല, അത് ഫംഗ്ഷന്റെ തിരക്കിനിടയിൽ പറയാൻ വിട്ടുപോയതാ. ഒരു കാര്യം ചെയ്യ്, നീ ക്ലയൻസിനോടൊക്കെ നാളെ വരാന്ന് പറ. എന്നിട്ട് നീ എന്റെ കൂടെ ഇപ്പൊ ഷോറൂമിലേക്ക് വാ. ഏയ്, അതൊന്നും പറ്റില്ല. എന്നെ നാളെ അവർ വിളിക്കേണ്ടതാ. ഇന്ന് പോയില്ലെങ്കിൽ ആ ക്ലയൻസിന് എനിക്ക് നഷ്ടാവും. അല്ലെങ്കിലും എപ്പോഴും ഞാൻ ഷോറൂമിൽ നിന്നാ മതിയോ? എനിക്ക് എന്റെ ജോലി ചെയ്യണ്ടേ? അപ്പൊ ശ്രുതി, 4-5 ക്ലയൻസ് അല്ലേ? അത് പോണെങ്കിൽ പോട്ടെ നോക്കിയേ. നിന്റെ ഹസ്ബൻഡിന്റെ കയ്യിൽ കോടികൾ വരാൻ പോവാണ്. ക്രോസ് ആൻഡ് ക്രോസ്. എനിക്ക് പോയേ പറ്റൂന്നല്ലേ പറഞ്ഞേ? ശ്രുതി, നീ ഇപ്പൊ വളർന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു ബിസിനസ്മാന്റെ വൈഫാ. നീ എന്തിനാ ഈ കണ്ടവരുടെ വീട്ടിലേക്ക് പോയി മേക്കപ്പ് ചെയ്യാൻ നടക്കുന്നത്? നാണക്കേട്. കുറച്ച് നാൾ കഴിഞ്ഞാൽ നീ ഈ മേക്കപ്പ് ജോലി തന്നെ ഒഴിവാക്കണം. അതിന്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ജോലിയാണിത്. സുധീന്നല്ല, അതാര് പറഞ്ഞാലും ഞാനിത് നിർത്തില്ല.